മനോട്ടാ, ഈ കണ്ണൂർ ജയിലിൽ നിങ്ങളുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ചെല്ലുമ്പോൾ നിസാ തടവുകാരായി. കാരണം അവിടെ DER വേറെ ബ്ലോക്കിൽ ആൾക്കാരുണ്ട്. DER എന്ന് വെച്ചാൽ കുറ്റം ചെയ്തതിൻ്റെ പേര് ശിക്ഷിക്കപ്പെട്ടവരാണ്. നിസ പ്രകാരം കരുതത്തടങ്കലാണ്, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്. അത് പ്രകാരം കണ്ണൂർ ജയിലിൻ്റെ ഉള്ളിൽ വേറൊരു ജയിലാണ് 8-ാം നമ്പർ ബ്ലോക്ക്. മറ്റു തടവുകാരായിട്ടും ബ്ലോക്കുമായിട്ട് ബന്ധമില്ല. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ 2-3 നക്സലൈറ്റുകൾ, ചന്ദ്രശേഖരൻ, കെ ചന്ദ്രശേഖരൻ, അന്ന് ഞാൻ കോഴിക്കോട് നിന്ന് പഠിച്ച ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ സോയിസ്റ്റുകാരനായ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭനായ നേതാവ് സഖാവ് VK അച്യുത്, പിന്നെ KP നാരായണൻ നക്സലൈറ്റ്, KG മാരാർ ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കോഴിക്കോട് നിന്ന് പിടിക്കപ്പെട്ട റേഷൻ വ്യാപാരികൾ. അങ്ങനെ ഏതാനും പേര് മാത്രമേ ഉള്ളൂ. പിന്നെ കുന്നിക്കൽ നാരായണൻ, ഇവരൊക്കെ അവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പിണറായി വിജയന് ജയിൽ. അങ്ങനെ അവിടെ ഞങ്ങൾ അന്തേവാസികളായി. പിറ്റേ ദിവസം തന്നെ ഡോക്ടർമാരെ വരുത്തി എന്നെ പരിശോധിച്ചു, ചെറിയ മരുന്നുകളൊക്കെ തന്നു എൻ്റെ പരികൾക്കുള്ള. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. വല്ലപ്പോഴും ഓരോരുത്തരെ കൊണ്ടുവരുന്നല്ലാതെ ആരെയും കൊണ്ടുവരുന്നില്ല. പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലാതെ വരും. അപ്പോഴാണ് ഏതാണ്ട് 1 മാസം കഴിയാറായപ്പോഴാണ് ഒരു രാത്രിയിലെ മിസ തടവുകാരെ കൊണ്ടുപോകും. നാട്ടുകാർ കാണരുതല്ലോ. ഒരു ദിവസം രാത്രി നോക്കുമ്പം 4-5 പേരെത്തുന്നു. ഞാൻ നോക്കുന്ന ഒന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ നേതാവ് സെയ്ദ് ഉമർ ബാബിക് തങ്ങൾ ജയിലിൽ കൊണ്ടുപോകുന്നു. മറ്റൊന്ന് മുൻ മന്ത്രി PM അബൂബക്കർ. അവർ തലശ്ശേരിയിലെ പ്രമുഖനായ മുസ്ലിം ലീഗ് നേതാവ് CKP ചെറിയമ്മക്കൈ. പിന്നെ കണ്ണൂർ ജയിലിൻ്റെ തൊട്ടടുത്തുള്ള മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ധനാഢ്യനായ നേതാവ് EP മഹമ്മൂദ് ഹാജി. പിന്നെ തിരുവിലങ്ങാടി എത്തിയങ്കാനാട് സെക്രട്ടറി CH ഇബ്രാഹിം ഹാജി. ഈ 5 അഖിലേന്ത്യാ ലീഗുകാരെയാണ് അന്ന് കൊണ്ടിരുന്നത്. അങ്ങനെ അവരും വന്നു. അവരും ഞങ്ങൾ സഹചാരികളായി ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെയും ദിവസങ്ങൾ കഴിഞ്ഞു. അതിനിടയ്ക്കാണ് റംസാൻ നോയമ്പും വരുന്നത്. ആ കൂടെ തന്നെ നിസക്കാരില്ലാത്ത 2 തടവുകാർ വേറെ ഉണ്ടായിരുന്നു. കോഫി പ്രകാരം കൊണ്ടുവന്നത് സാമ്പത്തിക കുറ്റത്തിൻ്റെ പേരിൽ, കള്ളക്കടത്തിൻ്റെ പേരിൽ. ഒന്ന് കല്ലക്ക അബ്ദുൽ ഖാദർ ഹാജി, അതോടൊപ്പം തന്നെ നമ്മുടെ താമരശ്ശേരിക്കാരനായ RP ഹുസൈൻ ഹാജി മറ്റേ സൂപ്പി പ്രാഗ് എന്ന കള്ളക്കടത്തുകാരനായിട്ട് ബന്ധമുള്ളതുകൊണ്ടും സൂപ്പി പ്രാഗിൻ്റെ കള്ളക്കടത്ത് സ്വർണം RP ഹുസൈൻ ഹാജിയുടെ റൂമിൽ വെച്ച് പിടിക്കപ്പെട്ടത് കൊണ്ടുമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ കഥ രസമാണ്, അത് പിന്നീട് പറയാം. അങ്ങനെ ഇവരൊക്കെയാണെന്ന് ജയിലിലുള്ളത്. അങ്ങനെ സെയ്ദ് ഉമർ ബാബിക് തങ്ങളും അഖിലേന്ത്യാ ലീഗുകാരും വന്നപ്പോൾ അത് ഞങ്ങൾക്കൊരു ആവേശമായി. അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പിന്നെയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് രാത്രി ജയിൽ ചില ഒരുക്കങ്ങൾ കണ്ടു. രാത്രി കുറേ ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് കുറേ കൂട്ടുകാർ പുതുതായിട്ട് വരുന്നുണ്ട്, മാർക്സിസ്റ്റുകാരാണ് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് പാതിരാ നേരമായി ഓരോരുത്തരെയായിട്ട് പലരെയായിട്ട് ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ആൾക്കാരെ കൊണ്ടുവരികയാണ്. ആദ്യം വന്നധികം കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് അന്ന് നേതാക്കന്മാരായ മുൻ MLA AP കൃഷ്ണൻ നമ്പ്യാർ, ഓഭരതൻ മുന്നോട് MP ആയ ഓഭരതന്, കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിദ്യാർത്ഥി നേതാവ്, അന്ന് KSYFൻ്റെ ജില്ലാ പ്രസിഡന്റ് ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ഗോപാലൻ പറമ്പത്ത്. അന്ന് ഈ ജയരാജന്മാരെക്കാളും വലിയ നേതാവ് ഗോപാലൻ പറമ്പത്താണ് കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് KSYFൻ്റെ ഈ DYFയുടെ പഴയ ഫോമാണ് KSYF. അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ പറമ്പത്ത്. അങ്ങനെ കുറേ CPMകാരെ അവിടുന്ന് കൊണ്ടിരുന്നു. പിന്നെ തലശ്ശേരി MLA ആയിരുന്ന രാജഗോപാലൻ, പിന്നീട് കോടിയേരിയുടെ ഭാര്യാപിതാവ്. ഇങ്ങനെ കുറേ ആളുകൾ. കുറേ കഴിഞ്ഞ് കോഴിക്കോട്ടുകാരുടെ ഊഴമായി. നോക്കുമ്പോൾ കോഴിക്കോട്ടുകാരനായ ഈ കുമാരന്, ദക്ഷിണാമൂർത്തി, നമ്മുടെ മൂസക്കുട്ടി, മറ്റേ PS അഡ്വക്കേറ്റ് ഗിരീഷ്, അതുപോലെ കുറേയേറെ ആൾക്കാരുണ്ട്. പേരുകൾ ഞാൻ വിട്ടുപോയി, ഓർമ്മ പറയാം. അവരെല്ലാം കൊണ്ട് പിന്നീടാണ് കുറച്ച് മലപ്പുറംകാരെ കൊണ്ടുവരുന്നത്. മലപ്പുറത്ത് നിന്ന് ഒരു KN ഗോപിനാഥ്, ഒരു KN മേനോനെ, സാക്ഷാൽ ഇമ്പിച്ചു ബാവ, പഴയ ജയിൽ മന്ത്രി കൂടിയാണ് ഇമ്പിച്ചു ബാവ, NJP നേതാവ് ഈ പത്മനാഭൻ, ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് ജയിച്ച നന്ദകുമാർ. ഇങ്ങനെ പറയാം. അപ്പം എന്നിട്ടും പിന്നെ ആൾ വരാറുണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നു. ആരെയും മരുന്ന് ഞങ്ങൾക്ക് സന്തോഷമാകാറ്, നാട്ടുവിശ്വാസം അറിയാം. ഏതായാലും ശരി, അങ്ങനെ ഇരുന്നു. അപ്പോൾ അവർ CPMൻ്റെ കണ്ണൂർ സഹാക്കൾ പറഞ്ഞു, പിണറായിയെ പിടിച്ചിട്ടുണ്ട്, കേൾക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണുമല്ലോ എന്ന്. അന്ന് അർദ്ധരാത്രി പാതിരാ നേരം ഞങ്ങളാരും ഉറക്കളച്ചിരിക്കുകയാണ്, പുതിയ ആൾക്കാരെ കാണാനും സ്വീകരിക്കാനും. അപ്പോഴാണ് ഏതാണ്ട് പാതിരാ കഴിഞ്ഞപ്പോൾ ഒരാളെ എടുത്തുകൊണ്ട് ജയിൽ വാർഡന്മാർ കൊണ്ടുവരുന്നു. ഞാൻ നോക്കുമ്പോൾ അത് സഖാവ് പിണറായി വിജയൻ. വളരെ ദയനീയമായൊരു സാഹചര്യത്തിൽ വളരെ അവശനായി
രണ്ട് കാലിനും പരിക്ക് പറ്റി ചോര ഒലിപ്പിച്ച പിണറായി വിജയന് ജയിൽ വാർഡന്മാർ എടുത്തുകൊണ്ട് വന്നാണ് ഞങ്ങൾ താമസിക്കുന്ന ബ്ലോക്കിൽ കൊണ്ടുവരുന്നതും ഇത്രയും ഗുരുതരമായ പരിക്ക്. ഈ 8ാം ബ്ലോക്കിൽ 2 ഹോളുകളാവുള്ളൂ. ഒരു ഹോളിൽ 10-50 ആർക്കും കിടക്കാം, ഒരു ഹോളിൽ 18-10 ആർക്കും കിടക്കാം. അത് ഞാൻ കിടക്കുന്ന ഹോളിലേക്കാണ് എൻ്റെ അടുത്ത ബെഡ് നിർമ്മിച്ച അവിടെയാണ്. ചങ്ങരംകുട്ടി ഉണ്ട്, തൊട്ടടുത്ത ബെഡിലാണ് സഖാവ് പിണറായി വിജയനെ കൊണ്ടുവരുന്നത്. അതേ റൂമിൽ അതേ ഹോളിൽ തന്നെ. അദ്ദേഹത്തെ MLA ആണ്, നേരിട്ട് എനിക്ക് പരിചയമില്ല. എങ്കിലും ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ കണ്ടപ്പോൾ പിണറായി എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ടപ്പം എനിക്ക് വളരെ സങ്കടം തോന്നി. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. തിരുമ്മി കൊടുക്കുന്നതിന് എല്ലാവരും കൂടി. പിന്നീട് ഡോക്ടറൊക്കെ ഒന്ന് ചികിത്സ ചെയ്തു. അങ്ങനെയാണ് പിണറായി ജോലി എത്തുന്നത്. പിണറായി പിന്നീട് കണ്ടിരുന്നോ? ജയിലിൽ നിന്ന് വിട്ട ശേഷം മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. തിരുവമ്പാടി പരിപാടി വഴിക്ക് കാണുന്നുണ്ട്. അപ്പം ഈ സാധാരണഗതിയിൽ ഈ ആശുപത്രിയിലോ ജയിലിലൊക്കെ ഒന്നിച്ചേർന്ന ബന്ധം ഒരിക്കലും മറക്കില്ല. അങ്ങനെ പക്ഷെ താങ്കൾ ആ ബന്ധം ഉപയോഗപ്പെടുത്താനും ദുരുപയോഗം ചെയ്യാൻ പോകാത്ത ഒരാളായതുകൊണ്ട് പോയിട്ടില്ല. അപ്പം തിരുവമ്പാടി വന്നപ്പം ഒരിക്കൽ പിണറായി പറഞ്ഞു എൻ്റെ ജയിൽമേറ്റ് ആണ്. ക്ലാസ്മേറ്റ് പോലൊരു വാക്കാണല്ലോ ജയിൽമേറ്റ്. അപ്പോൾ എൻ്റെ ജയിൽമേറ്റ് ആണ് സഖാവ് പിണറായി വിജയൻ. ഏതായാലും ശരി, ജയിലിൽ പിണറായി വിജയൻ ഇപ്പോൾ ജയിലിൽ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ എല്ലാവരും നല്ല സൗഹൃദമായിരുന്നു. ജയിലിൽ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ മോശം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട MP രാഘവനാണ്. അയാൾ ഒരു മാടമ്പ് സ്വഭാവത്തിന് കൂടിയാണ് മാനേജ്മാരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ജയിലിനുള്ളിൽ ഞങ്ങളോടല്ല, ഞങ്ങൾ മറ്റു പാർട്ടിക്കാരാകുമ്പോൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദക്ഷിണാമൂർത്തിയോട് ക്ലാസ് എടുക്കും. അന്ന് ജയിലിലെ സ്ഥിതി മഹാശോചനീയാവസ്ഥയാണ്. താക്കോൽ ഒന്നുകൂടി പറയട്ടെ. അങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അഖിലേന്ത്യാ ലേഖം, കേരള കോൺഗ്രസ് എല്ലാം ഉള്ള സമരമാണല്ലോ ഉണ്ടായത്. അവരൊക്കെ അറസ്റ്റും വരിച്ചു. 6 ബാലകൃഷ്ണപിള്ളിയൊക്കെ അറസ്റ്റ് വരിച്ച് TR ജയിലിലും പോയവരാണ്. പിന്നീട് ഇന്ദിരാഗാന്ധിയും കരുണാകരൻ ഇടപെട്ട് പറഞ്ഞു, അഖിലേന്ത്യാ ലീഗുകാരോട് നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണോ ജയിൽ വേണോ? ആ പാവങ്ങൾ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ജയിലിലാക്കിയത്. ഇതേ വാക്കുകൾ കേരള കോൺഗ്രസിനോട് ചോദിച്ചു. ജയിലിൽ കിടന്ന പിള്ളയോട് എപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾക്ക് ജയിൽ വേണോ മന്ത്രിസ്ഥാനം വേണോ? കേരള കോൺഗ്രസിൻ്റെ ആദർശ ധീരത കൊണ്ട് അവർ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം മതി, ജയിൽ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഈ 6 ബാലകൃഷ്ണപിള്ള ജയിൽ മന്ത്രിയാവുന്നു.